സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ശല്യപ്പെടുത്തൽ എങ്ങനെ നേരിടാം? സ്ത്രീകൾ ശ്രദ്ധിച്ചു കേട്ടാൽ പോരാ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സൈബർ യുഗത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ശല്യപ്പെടുത്തൽ. സൈബർ ബുള്ളിംഗ് കാരണം മാനസിക നില തെറ്റിയ നിരവധി യൂട്യൂബർമാരും വ്ളോഗർമാരും വരെയുമുണ്ട്. ആണുങ്ങൾ ഒരു പരിധിവരെ മത്തായിക്ക് മഞ്ഞള എന്ന് കരുതി വിട്ടുകളയും. എന്നാൽ സ്ത്രീകൾ അങ്ങനെ എടുക്കണമെന്നില്ല. അതവരുടെ മാനസിക നിലയെ തന്നെ തകരാറിലാകും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 78 പറയുന്നത് സ്റ്റോക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് ദുരുദ്ദേശപരമായി ശ്രദ്ധിക്കുക, പിന്തുടരുക എന്നതിനെക്കുറിച്ചാണ്. താല്പര്യമില്ല എന്ന് ഒരു സ്ത്രീ വ്യക്തമായി പറഞ്ഞിട്ടും അവളെ പിന്തുടരുന്നത് അത് ഓൺലൈനിൽ കൂടെയാണെങ്കിലും 3 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. രണ്ടാമത്തെ ശ്രമത്തിന് 5 വർഷം വരെ തടവും പിഴയും, അത് ജാമ്യമില്ലാത്ത കുറ്റവുമാണ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 351 സബ് ക്ലോസ് 4 പ്രകാരം അജ്ഞാത സന്ദേശം അയച്ച ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ, അപമാനിച്ചാൽ, ശല്യപ്പെടുത്തിയാൽ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 79 പ്രകാരം ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയാൽ 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. ഓൺലൈനിലൂടെ നിങ്ങളെ ഇങ്ങനെ അപമാനിച്ചതിൻ്റെ തെളിവുകൾ, സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളും ഇമെയിലുകളും സഹിതം നിങ്ങൾക്ക് അടുത്തുള്ള സൈബർ പോലീസിൽ പരാതിപ്പെടുകയോ ഈ കാണുന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതിപ്പെടുകയോ ചെയ്യാം. ഇനി പോരാളി വാസു എന്നെല്ലാം പറഞ്ഞ് ഓൺലൈനിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതിയാൽ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളും, അതായത് എല്ലാ ഉപകരണങ്ങൾക്കും ഒരു IP നമ്പർ, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നമ്പർ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ലൊക്കേഷൻ വരെ മനസ്സിലാക്കുന്ന ഈ നമ്പറിലൂടെ സൈബർ പോലീസ് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സ്.